ഹായ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് പോളയാണ്, ബനാന പോള. അപ്പം ഏത്തപ്പഴം ഇരിപ്പുണ്ടായി. ഏത്തപ്പഴം കുറച്ച് കൂടുതലുണ്ടായപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 എടുത്ത് പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഈ 1.5 കഷ്ണം ഏത്തപ്പഴവും 2 മുട്ടയും 1 കൈ തേങ്ങയും 1 ബൗൾ പഞ്ചസാരയും. അപ്പം ഏത്തപ്പഴം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഏത്തപ്പഴമെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കണം. പാനിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒഴിക്കാൻ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുട്ട സെപ്പറേറ്റ് ചിക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പം ഞാൻ മുട്ട ഇതിലോട്ട് തന്നെ പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി, കുറച്ച് പഞ്ചസാര, ഇതൊക്കെ കുറച്ച് ഏലക്കാപ്പൊടി, ഇത്രയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയാണ്, പാക്കറ്റ് ചപ്പാത്തി മേടിച്ചതായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ലെയർ ഉണ്ടാക്കാൻ ഒരു 5 ചപ്പാത്തിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ചപ്പാത്തി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 2 മുട്ടയും കുറച്ചൊരു 1/4 ഗ്ലാസ് തന്നെ ഇല്ല, അത്രയും പാൽ ഒഴിച്ചിട്ട് കുറച്ച് ഏലക്ക ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ പാനിലോട്ട് നമുക്കൊരു വട്ടമുള്ള കുഴിയുള്ള പാത്രം വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ട ബാറ്ററിലോട്ട് ചപ്പാത്തി ഒന്ന് മുക്കിയിട്ട് നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഞാൻ ഇതിലൊന്ന് നെയ്യ് തടവി കൊടുത്തിരുന്നു. ചപ്പാത്തി വെച്ച് കൊടുത്തു. പിന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തു, അതായത് ഏത്തപ്പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തു. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും ചപ്പാത്തി മാവിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തു. പിന്നെയും ഫില്ലിങ് വെച്ചു. അങ്ങനെ 2-3 ലെയർ ഇത് തന്നെ ചെയ്തെടുത്തു. മൂന്ന് തവണ ആയപ്പോൾ പിന്നെ കുറച്ചൊരു ഫില്ലിങ് ഏത്തപ്പഴം ബാക്കിയുണ്ടായി, അതും കൂടി അതിലോട്ട് വെച്ച് കൊടുത്തു. മുകളിൽ വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് അതൊന്ന് ലോ ഫ്ലെയിമിൽ, അടിയിൽ വേറൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഒന്ന് തിരിച്ചിടണം. അപ്പോഴേക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും എണ്ണ ഒന്ന് തടവിയിട്ട് വീണ്ടും ഒന്ന് മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ 2 സൈഡും കൂടി ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകൊന്നുമില്ല, ചപ്പാത്തിയുടെ ഇതായതുകൊണ്ട്. അങ്ങനെ ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇത് നമുക്ക് മൈദ കൊണ്ട് ദോശ പോലെ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പം സാധാരണ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മോൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.